നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ തൊടുകുറി ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ്. ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും തളർച്ചകളും പ്രയാസങ്ങളും ഒക്കെ കടന്നു വരാത്തവരായിട്ട് ആരും തന്നെയില്ല. എന്നാൽ ഈ ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നുമൊക്കെ രക്ഷപ്പെടുവാനായിട്ട് ഈശ്വര സഹായത്താൽ നിങ്ങൾക്ക് കുറേയേറെ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും ഒക്കെയുണ്ട്. എന്നാൽ തീർച്ചയായിട്ടും ഇത് ലഭ്യമാകുവാനായിട്ട് പോവുകയാണ് നിങ്ങളുടെ പ്രാർത്ഥനകളുടെയും യാതനകളുടെയും ഒക്കെ ഫലമായിട്ട് ഈശ്വര സഹായത്താൽ നിങ്ങളത് നിങ്ങളുടെ ജീവിതത്തിൽ നേടിയെടുക്കുക തന്നെ ചെയ്യും. ഇന്ന് നിങ്ങൾക്ക് അതിനായിട്ട് നൽകിയിരിക്കുന്ന തൊടുകുറി ചിത്രങ്ങൾ എന്ന് പറയുന്നത് 2 ചിത്രങ്ങളാണ്. 2 പക്ഷികളുടെ ചിത്രങ്ങളാണ് നിങ്ങൾക്ക് അതിനായിട്ട് നൽകിയിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ ചിത്രം എന്ന് പറയുന്നത് കാക്കയും രണ്ടാമത്തെ ചിത്രം എന്ന് പറയുന്നത് പരുന്തുമാണ്. ഈ 2 ചിത്രത്തിൽ നിന്നും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ചിത്രം കണ്ണുകളടച്ച് പ്രാർത്ഥിച്ച് ഈശ്വര സഹായത്തോടു കൂടി മാത്രം തിരഞ്ഞെടുക്കുവാനായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. പല വേദനകൾക്കും പ്രയാസങ്ങൾക്കും നടുവിൽ നിന്നും നിങ്ങൾക്ക് ഈ ചിത്രങ്ങൾ തിരഞ്ഞെടുക്കാൻ കഴിയുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്കുള്ള ഒരു അനുഗ്രഹം തന്നെയാകുന്നു. ഈ 2 ചിത്രങ്ങളിൽ നിന്നും ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുത്തു എന്ന് കരുതുകയാണ്. ഇനി നിങ്ങളുടെ തൊടുകുറി ഫലത്തെക്കുറിച്ചാണ് പറയുന്നത്. ഒന്നാമത്തെ ചിത്രമായ കാക്കയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളുടെ തൊടുകുറി ഫലം എന്ന് പറയുന്നത് ഇപ്രകാരമാണ്. പരിസരമൊക്കെ വൃത്തിയായി സൂക്ഷിക്കുകയും വൃത്തിഹീനമായത് ഭക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വസ്തുവാണ് കാക്ക. അല്ലെങ്കിൽ നമ്മൾ ഉപേക്ഷിക്കുന്നതായ അല്ലെങ്കിൽ നമുക്ക് ആവശ്യമില്ലാത്തതായ എല്ലാ വസ്തുക്കളും ഭക്ഷിച്ച് നമ്മുടെ വീടും പരിസരവും ഒക്കെ വൃത്തിയാക്കി തരുന്നതിനോട് സമാനപ്പെടുത്തുന്ന ഒരു പക്ഷി തന്നെയാകുന്നു കാക്ക. ഇതുപോലെയാണ് ഈ ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരിൽ പ്രധാനമായിട്ടും കാണുവാനായിട്ട് കഴിയുന്നത്. പലപ്പോഴും പല വേദനകളും പല പ്രയാസങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും മറ്റുള്ളവർക്ക് വേദനിക്കുന്നതോ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ വൻ ഭാരമാകുന്ന കാര്യമോ ഒക്കെ നിങ്ങൾ ഏറ്റെടുത്ത് നിങ്ങൾ അതുപോലെ ഒരു ജീവിതം നയിക്കുന്ന വ്യക്തികളാണ്. അതായത് മറ്റുള്ളവരുടെ പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും ഒക്കെ മനസ്സിലേറ്റുകൊണ്ട് അതെല്ലാം സ്വന്തം പ്രയാസങ്ങളും പ്രതിസന്ധികളുമായിട്ടൊക്കെ കണക്കിടുന്ന വ്യക്തികൾ. ജീവിതത്തിൽ ഒത്തിരി ആഗ്രഹങ്ങളും ഒത്തിരി പ്രതീക്ഷകളും ഒക്കെയുണ്ട്. വരുന്ന ഒരുപാട് നാളുകളായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് മറ്റുള്ളവരുടെ കഷ്ടതകളും കണ്ണുനീരുകളും ഒക്കെ കണ്ട് അതിൽ സഹായിച്ച് ധാരാളം ആപത്തിൽ കുടുങ്ങിപ്പോയ വ്യക്തികളാണ് നിങ്ങൾ. പ്രതിസന്ധികളോടും പ്രയാസങ്ങളോടും മല്ലടിക്കുന്ന വ്യക്തികളാണ്. എപ്പോഴാണ് ജീവിതത്തിൽ ഒരു അനുഗ്രഹം കാണാൻ കഴിയുക, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴാണ് ഒരു ഉയർച്ച സാധ്യമാവുക എന്നൊക്കെ ചിന്തിക്കുവാനായിട്ട് പോലും കഴിയാത്തവർ, അത്രത്തോളം മനസ്സിൽ ഭാരങ്ങളോടുകൂടി കഴിയുന്നവരാണ്. ഏറ്റവും അന്തിമമായിട്ട് ഒരു കാര്യം എന്ന് പറയുന്നത് എല്ലാവർക്കുമുള്ള ജീവിതമാണ്. എല്ലാവരും പ്രയാസത്തിലും കഷ്ടതകളിലും ഒക്കെ ആഴ്ന്നു പോകുന്ന വ്യക്തികൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇനിയെങ്കിലും നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു ജീവിതം നയിക്കുക. പല പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ കടന്നു വരും. പല രോഗങ്ങളും ദുഃഖങ്ങളും അതുപോലെ നെടുവീർപ്പിൻ്റെ അനുഭവം ഒക്കെ കടന്നു വരും. പല വ്യക്തികൾക്കും മാനസികമായ ഒരുപാട് തകർച്ചകളുണ്ടാകും. പക്ഷേ ഏറ്റവും അന്തിമമായിട്ട് നിങ്ങൾ ചിന്തിക്കേണ്ടതായ ഒരു കാര്യം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ പ്രാധാന്യം ലൈഫിൽ നിങ്ങൾക്ക് തന്നെ നൽകുക എന്നുള്ളതാണ്. എന്നാൽ മാത്രമേ ജീവിതത്തിൽ ഒരു വിജയം ഉണ്ടാവുകയുള്ളൂ. അസാധ്യമായതിനെ സാധ്യമാക്കി എടുക്കുവാനായിട്ട് നിങ്ങൾക്ക് കഴിയുകയുള്ളൂ. അത്തരം ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ വന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സൗഭാഗ്യമുണ്ടാകും. ജീവിതത്തിൽ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ടാകും. ആ ലക്ഷ്യങ്ങൾക്ക് പിറകെ നിങ്ങൾക്ക് സഞ്ചരിക്കുവാനായിട്ട് കഴിയും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവർ ഇനിയെങ്കിലും സ്വന്തം കാര്യങ്ങൾ നോക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഉയർച്ച നേടുവാനായിട്ട് കഴിയൂ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കഷ്ടങ്ങളും കടഭാരങ്ങളും രോഗങ്ങളും ദുരിതങ്ങളും എല്ലാം മാറണമെങ്കിലോ അല്ലെങ്കിൽ ഒരു അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ നേടണമെങ്കിലോ തീർച്ചയായിട്ടും ഭാരങ്ങളെയും പ്രയാസങ്ങളെയും ഒക്കെ മറന്ന് നിങ്ങളുടേതായ ഒരു ജീവിതത്തിലൂടെ നിങ്ങൾ സഞ്ചരിക്കുക. തീർച്ചയായിട്ടും കഠിനാധ്വാനികളായ വ്യക്തികളാണ്. മറ്റുള്ളവരുടെ പ്രയാസമൊക്കെ കണ്ടറിഞ്ഞ് അവരെ സഹായിക്കുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. അതുമൂലം നിങ്ങൾക്ക് നഷ്ടങ്ങൾ മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്.
ഇതുവരെ ഒരു നേട്ടമോ അല്ലെങ്കിൽ ഒരു സന്തോഷകരമായ ഒരു കാര്യമോ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അനുഗ്രഹം എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് നൽകുവാൻ മാത്രമേ ഈശ്വരൻ നിങ്ങൾക്ക് നൽകിയിട്ടുള്ളൂ. നിങ്ങളുടെ ജീവിതത്തിലും അത് സാധ്യമാക്കുവാനായിട്ട് പ്രാർത്ഥിക്കുക. അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ തീർച്ചയായിട്ടും വരുന്ന ഒരു 3 മാസത്തിനകം വളരെയേറെ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നതിന് യാതൊരു സംശയവുമില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെയാകുന്നു ഒന്നാമത്തെ ചിത്രമായ കാക്ക തിരഞ്ഞെടുത്തവരുടെ തൊടുകുറി ഫലം. ഇനി രണ്ടാമത്തെ ചിത്രം നമുക്ക് എല്ലാവർക്കും അറിയാം, പരുന്ത് അഥവാ ഗരുഡൻ. തീർച്ചയായിട്ടും സ്വന്തം സ്വപ്നങ്ങളെ തളർച്ചിടാതെ ചിറകുകൾ വിടർത്തി പറക്കുന്നവയാണ് ഇവർ. എത്ര ഉയരത്തിൽ പറന്നാലും ഇവയുടെ ലക്ഷ്യത്തിൽ നിന്ന് ഇവ ഒരല്പം പോലും പിന്മാറുകയില്ല. അതുപോലെ തന്നെയാണ് നിങ്ങൾ. എന്താണ് ജീവിതത്തിൽ വേണ്ടതെന്നും എപ്രകാരം സഞ്ചരിച്ചാൽ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന വഴിയിലേക്ക് എത്താമെന്നുമൊക്കെ വളരെ കൃത്യമായിട്ട് അറിയുന്ന വ്യക്തികളാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ലക്ഷ്യബോധമുണ്ട്. നിങ്ങൾ സഞ്ചരിക്കുന്ന മാർഗങ്ങൾ വളരെയധികം ശരിയാണ്. മറ്റുള്ളവരുടെ വേദനകൾക്കും പ്രയാസങ്ങൾക്കും മുന്നിൽ മനസ്സ് തകർന്നു നിന്ന ഒരുപാട് നിമിഷങ്ങളുണ്ടായിരുന്നു. അപ്പോഴും നിങ്ങളുടെ വേദനയോ പ്രയാസങ്ങളെയോ മനസ്സിലാക്കാൻ ആരുമില്ല എന്നുള്ളതാണ് ഏറ്റവും വാസ്തവമായി നിന്നത്. സ്വന്തമായി ഒരാഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചാൽ അതില്ല. അങ്ങനെ ഒരുപാട് നശ്വരമായ അനുഭവങ്ങളിലൂടെ കടന്നുപോയ വ്യക്തികളാണ് നിങ്ങൾ. എന്നാൽ തീർച്ചയായിട്ടും ഇനി നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ആ ഭവനമെന്ന സ്വപ്നം പൂവണിയും. ഏറ്റവും കൂടുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ലക്ഷ്യബോധമുണ്ടാകും. ഇപ്രകാരം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം അനുഗ്രഹങ്ങളിലേക്ക് എത്തും. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്രകാരമുള്ള എല്ലാ കഴിവുകളും ഈശ്വരൻ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് ഒരല്പം ഈശ്വരവിശ്വാസം കൂടി ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം വളരെ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് നിങ്ങൾക്ക് കഴിയും. ആത്മവിശ്വാസം കൈവിടരുത്, ആത്മധൈര്യം കൈവിടരുത്. ജീവിതത്തിൽ ഒത്തിരി ഉയർച്ചകൾ ഇനി നിങ്ങൾ നേടുവാൻ ഇരിക്കുന്നതേ ഉള്ളൂ. വരുന്ന ഒരു 167 ദിവസത്തിനകം പ്രയാസങ്ങളെ മറികടന്ന് ലക്ഷ്യം നേടുവാനായിട്ട് ഈശ്വര സഹായത്താൽ നിങ്ങൾക്ക് കഴിയുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ തന്നെയാകുന്നു ഈ 2 ചിത്രങ്ങളും തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടുകുറി ഫലം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വളരെയധികം അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ. ആപത്തനർത്ഥങ്ങളിൽ നിന്നൊക്കെ ഈശ്വരൻ സംരക്ഷിക്കും. അതുപോലെ തന്നെ ചില നക്ഷത്രക്കാരൊക്കെ വളരെയധികം സൂക്ഷിക്കുക. വളരെയധികം പ്രയാസങ്ങളിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. എന്നാൽ തീർച്ചയായിട്ടും അതിൽ നിന്നൊക്കെ ഒരു ഉയർച്ച ഈശ്വരൻ സാധ്യമാക്കും. അപ്പോൾ ഇതൊക്കെ തന്നെയാകുന്നു ഈ 2 ചിത്രങ്ങളും തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടുകുറി ഫലം എന്ന് പറയുന്നത്. ഈശ്വരാനുഗ്രഹത്താൽ സകലവിധ നന്മകളും നിങ്ങൾക്കുണ്ടാകട്ടെ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനായി അഭ്യർത്ഥിക്കുന്നു. നന്ദി.